നാന്തള ഇളക്കവുമേ ഇല പിടിച്ചാടണ പാക്കവുമേ പാപ്പവ ഇന്തള പൂത്ത പിഞ്ഞേ പൂവൊന്നും ഞമ്മൾ കാണൂല മിഞ്ഞാമിഞ്ഞുങ്ങേ മിഞ്ഞും മിഞ്ഞുങ്ങേ ഇങ്ങോട്ടാ നീ തിടുക്കം ചാരാമൊഴിയുള്ളോട് പദപ്പങ്ങും ചിരിയുള്ള പൂങ്കരിത്തേവി പെണ്ണെ സൈനഭാവി. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു പാട്ടുകാരനൊപ്പമാണ്, പാലക്കാടുകാരനായ അജ്മലിനൊപ്പം അല്ലെ. അജ്മൽ മണ്ണാർക്കാട് എന്നാണ് അറിയപ്പെടുന്നത്. പാട്ടുകാരനാണ്, പിന്നെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ജീവകാരുണ്യ പ്രവർത്തകനാണ്. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ ഈ കിഡ്നി പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രക്തം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ സഹായിച്ചിട്ടുണ്ട്. രക്തം കൊടുക്കല്ല, നമ്മള് കിഡ്നി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പൈസ വിൽക്കുമല്ലോ നമ്മുടെ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്, കളക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോ പറയാൻ പറ്റൂന്ന് അറിയില്ല. 35,000 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഭയങ്കര സന്തോഷം. അതെ അതെ, ഞാൻ കാരണം വെയിലും ഇതൊക്കെ പാടെ സഹിച്ചിട്ടാണ് ഞാൻ തെയ്യം കൊടുത്തത്. കാരണം ഞാൻ ഇവര് കൊടുക്കുമെന്ന് ഇത്ര വിചാരിച്ചു ഉണ്ടാകില്ല. കാരണം എന്നാലും ഈ പാവങ്ങൾക്ക് വേണ്ടിട്ടല്ലേ, നമുക്ക് നമുക്ക് എപ്പോഴും സ്റ്റൈലാണല്ലേ. ഓക്കെ, സ്റ്റൈൽ മന്നനായിട്ടാണല്ലോ. അതെ അതെ. അജ്മലിനോട് അതുപോലെ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അജ്മൽ പാട്ട് പാടും, കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അജ്മലിനൊരു ഈ ഒരു സ്കിന്നിന്റെ ഒരു പ്രോബ്ലം ഇല്ലേ, അത് ജനിച്ചപ്പോഴേ ഉള്ളതായിരുന്നു? ജനിച്ച സമയത്ത് ഉള്ളതാണ്. കാരണം സ്കിന്ന് ഒന്നിപ്പോ നമ്മള് ജനിച്ച സമയത്ത് കുറച്ച് നല്ല അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ തന്നെ പിന്നെ വലുതായ സമയത്ത് കൂടി വന്നതാണ്. വെയിലടിക്കുമ്പോ ഇറുകയി. അപ്പൊ ഇപ്പൊ വെയിലത്ത് വന്നപ്പോ കുറച്ച് ചടച്ചു. അതേപോലെ വെയിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ചൂട് ഇരിക്കുകയും സാധനം ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ തുടുപ്പൊക്കെ ഇട്ടേക്കുന്നത്. അതെ അതെ, കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാണ്. അജ്മൽ, അതുപോലെ നമുക്ക് ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് ഇത് കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടില്ലാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ പോയിട്ട് ചെയ്യും. കാരണം ഇത് നമ്മളെ പഠിച്ചോൻ തരുന്നതല്ലേ, പഠിച്ചോൻ തരുന്നതല്ലേ. അപ്പൊ നമ്മളെ പഠിച്ചോനും തീക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് മരുന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ തേക്കും. എല്ലാരും കൂടെ ഉണ്ട്, അജ്മലിന്റെ കൂടെ ഉണ്ട്. അജ്മലിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാൻ ഏക ചേച്ചിന്റെ കുറെ പരിപാടികൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏക ചേച്ചി വന്നാല് നമ്മുടെ ഒപ്പം നിന്നിട്ട് എനിക്ക് എന്താണ് പാട്ട് പാടാനാണോ അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു തരുന്ന ഒരാളാണ് നമ്മുടെ ഏക ചേച്ചി. ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അന്ന് വരാൻ പറ്റിയിട്ടില്ല, ഷൂട്ടിങ് ആവുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടല്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്താ ചെയ്യുക അവിടെ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത്. അജ്മൽ ഈ അടുത്തൊരു പരിപാടിയിൽ ഞാൻ അജ്മലിനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ ആ പരിപാടിയിൽ അജ്മലിന് വരാൻ പറ്റിയില്ല, അവനൊരു ഷൂട്ടിങ്ങിൽ പോയതായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് എന്റെ കൂടപ്പുറപ്പിനെ പോലെയുള്ള ഒരു ആളാണ്. ഞാൻ വഴക്ക് പറയാറുണ്ട് അല്ലേ? വഴക്ക് പറയാറില്ലേ? എന്റെ അമ്മയുടെ സ്ഥാനത്തിലാണ് ഞാൻ കാണുന്നത്. കാരണം അപ്പൊ ഇപ്പൊ വക്കാണ് വെച്ച് കഴിഞ്ഞാലും അത് നമ്മള് തീർക്കും. അങ്ങനെ ഒരു സംഗതിയാണ് ഞങ്ങൾ രണ്ടാളും. അപ്പൊ അജ്മലേ, നമുക്ക് അച്ചാൻസ് മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കിടിലനൊരു പാട്ട് കാച്ചിയാലോ? മനുഷ്യന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഒരു പാട്ടാണ്. അതെ, മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മനുഷ്യന്റെ ഒരു പാട്ടാണ് മിഞ്ഞാമിഞ്ഞുന്നൊരു പാട്ടാണ്. അത് മനുഷ്യനൊക്കെ ഒരു പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അജ്മലിനെയൊക്കെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്തേനെ. അപ്പൊ മിഞ്ഞാമിഞ്ഞൊരു പാട്ട് ഞാൻ പാടിത്തരാം. മിഞ്ഞാമിഞ്ഞുങ്ങി മിഞ്ഞും മിഞ്ഞുങ്ങി ഇങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചില്ലേ പേടിയാവില്ലേ, കൂട്ടിഞ്ഞു ഞാനും വന്നൂട്ടി. മിഞ്ഞാമിഞ്ഞുങ്ങി മിഞ്ഞും മിഞ്ഞുങ്ങി ഇങ്ങോട്ടാണ് നീ തിടുക്കം, നീ തനിച്ചില്ലേ പേടിയാവില്ലേ, കൂട്ടിഞ്ഞു ഞാനും വന്നൂട്ടി. മിഞ്ഞാമിഞ്ഞുങ്ങി. ഓക്കെ, ഇതൊരു വിഷമമുള്ളൊരു പാട്ടല്ലേ? കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. അജ്മലിനെ ഒന്നും നമുക്ക് ഇങ്ങനെ സങ്കടത്തിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ ഇത് കാണുന്നവരോട്, അജ്മലിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഇല്ലേ? പറയ് അവരോട്. യൂട്യൂബ് ചാനലിന്റെ പേര് മുഹമ്മദ് അജ്മൽ വ്ലോഗ് എന്നാണ്. മുഹമ്മദ് അജ്മൽ വ്ലോഗ് എന്നായിരുന്നു അജ്മലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇത് കാണുന്നവരാരും നമ്മൾ അവനെ വേറൊരു തരത്തിലും സഹായിക്കേണ്ട. യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ? എന്താ പറയാത്തേ? അത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ആരധികം സപ്പോർട്ട് ചെയ്യുന്നില്ല.
അപ്പൊ നിങ്ങൾ വീഡിയോ നിരാശയാവണ്ട, ചെയ്യും, ഇതൊക്കെ കാണുന്നവർ ചെയ്യും. ഓക്കെ. അതേപോലെ നമുക്ക് എന്താ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം യൂട്യൂബ് ടിക്ടോക്ക് ചെയ്യുന്നു. ടിക്ടോക്കിൽ കുറച്ച് ഫേമസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ടിക്ടോക്ക് പോയപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിക്ക് ചാടി. ഇപ്പൊ ചാറ്റിലേക്ക് ചാടിയോണ്ട് എനിക്ക് സന്തോഷമായി, കിട്ടി. അപ്പൊ കമന്റ് ഒക്കെ വരുന്നുണ്ട്, നല്ല പാട്ടാണ്, പക്ഷെ അത് പാട്ടാണ്, ഇനി ഇങ്ങനെ പാട്ട് തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഒക്കെ വരാറുണ്ട്. ഞാനൊരു കാര്യം പറയാം, യൂട്യൂബ് ഒക്കെ നമുക്ക് സ്ലോയിൽ കയറാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിരാശനാവരുത്, പിന്നെയും വീഡിയോകൾ ഇടുക. വ്ളോഗ് അജ്മലിന്റേതായ സ്റ്റൈലിൽ ഒരു വ്ളോഗ് ചെയ്തോളൂ, നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും. മലയാളികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഇത്രത്തോളം കഴിവുള്ളവർ വേറെ ആരുമില്ല, ഇല്ല? അപ്പൊ ഒരു അടിച്ചുപൊളി ഒരു പാട്ട് പാടിയാണ്, നമുക്ക് സങ്കടമൊന്നും വേണ്ട, നമ്മളെപ്പോഴും ചില്ലാണ് അല്ലേ? ഞാൻ ഇപ്പൊ പാടാൻ വെച്ച് ഉദ്ദേശിച്ച പാട്ടാണത്. ഏതാ? പടവാളെ മിഴിയുള്ളോളെ പഞ്ചാര മൊഴിയുള്ളോളെ പദപ്പും ചിരിയുള്ള പൂങ്കലിത്തേവി പെണ്ണ് സൈന്യഭാവി. പടവാളെ മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപ്പും ചിരിയുള്ള പൂങ്കലിത്തേവി പെണ്ണ് സൈന്യഭാവി. അടിപൊളി അടിപൊളി അടിപൊളി. അവിടെ മുമ്പേ വേറൊരു പാട്ട് പാടിയെന്ന് ഞാൻ കേട്ടായിരുന്നു. അത് ഏത് പാട്ടായിരുന്നു പാടി? ഒന്നാന്തളയില കവുമേ അങ്ങയില വിട ചാടണ പാക്കരുമേ പാക്കവ ഇന്ദള പൂത്താപ്പിനെ പൂവൊന്നും ഞമ്മള് കാണൂല. ഒന്നാന്തളയില കവുമേ ഇല വിടി ചാടണ പാക്കരുമേ പാക്കവ ഇന്ദള പൂത്താപ്പിനെ പൂവൊന്നും ഞമ്മള് കാണൂല. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് പോയേക്കാം.